Hi everyone. So we have the other topic, that is financial assets. Okay, that is financial assets after financial system. Financial asset എന്താണെന്ന് നമുക്ക് നോക്കാം. An asset is a resource with economic value that an individual, corporation or country owns or controls with the expectation that it will provide future benefit. Assets are reported on a company's balance sheet and they are bought or created to increase the value of the firm or benefit the firm's operation. അതായത് നമുക്ക് ഒരു കമ്പനിയുടെയോ ഇൻഡിവിജ്വലിൻ്റെയോ ഫേമിൻ്റെയോ എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആ കമ്പനിയിൽ നിക്ഷേപിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിനെയാണ് നമ്മൾ അസെറ്റ് എന്ന് പറയുന്നത്. An asset can be thought of something that in the future can generate cash flow, reduce expenses, improve sale. അതിലൂടെ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്? ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നു, എക്സ്പെൻസസ് കുറയ്ക്കുന്നു, സെയിൽ ഇംപ്രൂവ് ചെയ്യുന്നു, റിഗാർഡ്ലെസ് ഓഫ് വെദർ ഇറ്റ്സ് അക്കമ്പനിങ് മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ് ഓർ പേറ്റന്റ് ഓൺ എ പെർട്ടിക്കുലർ ടെക്നോളജി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫിനാൻഷ്യൽ അസെറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസെറ്റ് ഈസ് എ ടാഞ്ചിബിൾ അസെറ്റ് ഹൂസ് വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം എ കോൺട്രാക്ച്വൽ ക്ലെയിം സച്ച് ആസ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്, ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ് ആൻഡ് സ്റ്റോക്സ്. അതായത് നമ്മൾ ബാങ്കിനകത്തുനിന്ന് വരുന്ന ഫിസിക്കൽ അസറ്റുകൾ, അതായത് നമ്മൾ ബാങ്കിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും, ബോണ്ടുകൾ ഉണ്ടാവും, ബോണ്ടുകൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ബോണ്ടുകൾ ഉണ്ടാവും, ഡിബഞ്ചേഴ്സ് ഉണ്ടാവും. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻസുകളെല്ലാം ഇതുപോലെ തന്നെ ഷെയർസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, പിന്നെ സ്റ്റോക്സ്, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫിനാൻഷ്യൽ അസെറ്റ് എന്ന് പറയും. ഒബ്വിയസ്ലി ഫിനാൻഷ്യൽ അസെറ്റ് ഇൻക്ലൂഡ് മണി അറ്റ് ഹാൻഡ്, കയ്യിലുള്ള പൈസ, or easily accessible asset in the form of cash depositor, check, loan, accounts receivable and marketable money market instruments and capital market securities. അതായത് ട്രഷറി ബില്ല്, കൊമേഴ്സ്യൽ പേപ്പർ, ബോണ്ട്സ്, ഷെയർസ്, ഇതെല്ലാം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോണ്ട്സും ഷെയർസും എല്ലാം മണി മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്, ബാങ്കിൽ വരുന്ന ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഫോമുകളെയാണ് നമ്മൾ എന്ത് പറയുക? ബോണ്ട്സ്, ഷെയർസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ അസെറ്റ് പറയുന്നത് കേട്ടോ. A financial asset is one which is used for production or consumption or for further creation of asset. വീണ്ടും ഒന്നില്ലെങ്കിൽ നമ്മളത് പ്രൊഡക്ഷന് യൂസ് ചെയ്യും, അല്ലെങ്കിൽ കൺസംഷന് യൂസ് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഫോർ ഇൻസ്റ്റൻസ്, എ ബൈസ് ഈക്വിറ്റി ഷെയർസ് ആൻഡ് ദിസ് shares are financial assets since they earn income and future. Capital market are vital to functioning of an economy since capital is a critical component of generating economic output. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂലധനം അല്ലേ, നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ക്യാപിറ്റൽ ഇല്ലാതെ, ഒരു മൂലധനം ഇല്ലാതെ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വേണ്ടത് ക്യാപിറ്റൽ എമൗണ്ട് ആണ് അല്ലേ. അപ്പം ക്യാപിറ്റൽ ഇല്ലാതെ ഒരാൾക്കും ഒരു പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോണമിയുടെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ക്യാപിറ്റൽ ഇൻഫ്ലോ ആണ്. ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ക്യാപിറ്റൽ, ഇപ്പം നമുക്കറിയാം ഈ കോവിഡ് ടൈമിലെല്ലാം ക്യാപിറ്റൽ വളരെയധികം ഷോർട്ടാണ്. അതുകൊണ്ട് ബിസിനസ്സുകളൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല, മണി ട്രാൻസാക്ഷൻ കുറയുന്നു, മണിയുടെ യൂസേജ് കുറയുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റിനെ തന്നെയാണിത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്യാഷ്, ഇതിന് എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ അസറ്റ് എന്നാണ് പറയുന്നത്? ക്യാഷ്, സ്റ്റോക്സ്, ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. അൺലൈക്ക് land, property, commodities or other tangible physical assets, financial assets do not necessarily have inherent physical worth or even a physical form. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ബാങ്ക്, സ്റ്റോക്സ്, ബോണ്ട്സ് എക്സെട്ര, ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ. കോമൺ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സുകൾ ഏതൊക്കെയാണ്? ക്യാഷ്, ഈക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് എൻ എൻറ്റിറ്റി, ഷെയർ സർട്ടിഫിക്കറ്റ്, കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ഫിനാൻഷ്യൽ അസറ്റ്, ഇതൊന്നും ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തെന്നുള്ളൂ. ഇനി എന്താണ് ഫിനാൻഷ്യൽ അസറ്റിൻ്റെ മീനിങ് എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, an asset is an economic resource. അതൊരു ഇക്കണോമിക് റിസോഴ്സ് ആണ്. എനിത്തിങ് ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ ദാറ്റ് ഹാവ് ഓൺഡ് ഓർ കൺട്രോൾഡ് ടു പ്രൊഡ്യൂസ് വാല്യൂ ആൻഡ് ദാറ്റ് ഈസ് ഹെൽഡ് ടു ഹാവ് പോസിറ്റീവ് ഇക്കണോമിക് വാല്യൂ is considered as an simply stated, asset represent value of ownership that can be converted into cash, although cash itself are also considered as an asset. അപ്പോൾ എന്താണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടും കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തത്, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് നോൺ ഫിസിക്കൽ അസറ്റുകൾ നമ്മൾ ഇക്കോണമിയിൽ ഉണ്ടായി അതിനെ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ
അതിനകത്തുനിന്ന് ഒരു വാല്യൂ കിട്ടുന്നതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുക. സിംപ്ലി അസറ്റ് റെപ്രസെന്റ് ദ വാല്യൂ ഓഫ് ഓണർഷിപ്പ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. എന്തൊക്കെയാണെങ്കിലും എന്തിനേയും നമുക്ക് വാല്യൂ ഉണ്ടാവണമെങ്കിൽ അത് എന്ത് ചെയ്യണം? ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യണം. അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ഫിനാൻസ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS, an asset is a resource controlled by the enterprises as a result of the past event and from which future economic benefits are expected to flow to the enterprise. അപ്പോൾ നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചറിലോട്ട് ഇക്കണോമിക് ട്രാൻസാക്ഷൻ നടത്തുന്നു എന്നാണ് പറയുന്നത്. In rational format, an asset becomes financial asset when it contains some peculiarities. That is, to qualify the financial asset, 3 important considerations. ഒരു അസറ്റ് ഫിനാൻഷ്യൽ അസറ്റ് ആവണമെങ്കിൽ 3 കാര്യങ്ങളാണ് വേണ്ടത്. സംതിങ് വൺ ക്യാൻ ഓൺ, നമുക്ക് എന്തെങ്കിലും ഓൺ ചെയ്യാൻ പറ്റുക. സംതിങ് ഓഫ് മോണിറ്ററി വാല്യൂ, എന്തെങ്കിലും ഒരു മൂല്യം മണിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവുക. ദാറ്റ് മോണിറ്ററി വാല്യൂ ഇസ് ഡിറൈവ്ഡ് ഫ്രം എ കോൺട്രാക്ച്വൽ ക്ലെയിം. അതായത് ഒരു കോൺട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലെയിമിൽ നിന്ന് വേണം ആ മോണിറ്ററി വാല്യൂ ഡിറൈവ് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അസറ്റ് ഫിനാൻഷ്യൽ അസറ്റ് ആവുകയുള്ളൂ. ദെൻ എക്സാമ്പിൾസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് പറയുന്നത് ബോണ്ട് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ്, അല്ലെ? ബോണ്ട് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ്, ബോണ്ട് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ കമ്പനി, ദെൻ ആൻ ഓട്ടോമാറ്റിക് ലോൺ, എ ഹോം മോർഗേജ്. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? ഒരു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ അസറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിനാൻഷ്യൽ അസറ്റിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ എന്താണ് ഈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? A bond are units of corporate debit issued by companies and securitized as tradable asset. A bond is referred to as fixed income instrument. ഒരു ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മളെപ്പോഴും ബോണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാം ബോണ്ടുകൾ എഴുതിയിട്ട് നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് പലപ്പോഴും കൊടുക്കാൻ പറ്റും ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത്. അതൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഏറ്റവും കൂടുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടെങ്കിൽ പോലും അതിനെ നമ്മൾ കൃത്യമായിട്ട് 3 കാറ്റഗറൈസ് ചെയ്ത് കൊണ്ടുവരണം. സംതിങ് വി ക്യാൻ ഓൺ, സംതിങ് ഓഫ് മോണിറ്ററി വാല്യൂ, ദാറ്റ് മോണിറ്ററി വാല്യൂ ഇസ് ഡിറൈവ്ഡ് ഫ്രം ലൈക്ക് എ മോർഗേജ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ദെൻ ഫിനാൻഷ്യൽ അസറ്റ്സ് ആർ ഇൻ ബിറ്റ്വീൻ ദ അതർ 2 അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സ് മേ ബി സീം ഇൻടാഞ്ചിബിൾ, അതായത് നോൺ ഫിസിക്കൽ, വിത്ത് ഓൺലി ദ സ്റ്റേറ്റഡ് വാല്യൂ ഓൺ എ പീസ് ഓഫ് പേപ്പർ. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാണാൻ പറ്റാത്തത്. പീസ് ഓഫ് പേപ്പറിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവുള്ളൂ, അതുമാത്രമായിരിക്കും അതിൻ്റെ വാല്യൂ. സച്ച് ആസ് ഡോളർ ബിൽ ഓർ എ ലിസ്റ്റിംഗ് ഓൺ എ കമ്പ്യൂട്ടർ സ്ക്രീൻ. കമ്പ്യൂട്ടർ സ്ക്രീനിനകത്തോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായി പേപ്പറിനകത്തൊക്കെ എഴുതിയത് മാത്രമായിരിക്കും നമുക്ക് എന്ത് പറയും? നോൺ ടാഞ്ചിബിൾ. വാട്ട് ദാറ്റ് പേപ്പർ ഓർ ലിസ്റ്റിംഗ് റെപ്രസെൻറ്റ് ദോ ഈസ് എ ക്ലെയിം ഓഫ് ഓണർഷിപ്പ് ഓഫ് എൻ എൻറ്റിറ്റി ലൈക്ക് എ പബ്ലിക് കമ്പനി ഓർ എ കോൺട്രാക്ച്വൽ റൈറ്റ് ടു പേയ്മെൻറ്റ്, സേ ദ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ദ ബോണ്ട് എക്സെട്ര. അപ്പോൾ ഇതാണ് നോൺ ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. ഇനി ടാഞ്ചിബിൾ അസറ്റ്സ് ആർ ഫിസിക്കൽ അസറ്റ്സ് സച്ച് ആസ് ലാൻഡ്, വെഹിക്കിൾ, എക്യുപ്മെൻറ്റ്, മെഷീനറി, ഫർണിച്ചർ, ഇൻവെൻറ്ററി, സ്റ്റോക്ക്, ബോൺസ് ആൻഡ് ക്യാഷ്. അതായത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ലാൻഡ് നമുക്ക് കാണാം, വെഹിക്കിൾസ് കാണാം, എക്യുപ്മെൻറ്റ് കാണാം, ഇതെല്ലാം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടിയിട്ട് നമ്മൾ എന്ത് പറയും? നോൺ ടാഞ്ചിബിൾ അസറ്റ്സ്, ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയും. ദീസ് അസറ്റ്സ് ആർ ദ ബാക്ക് ബോൺ ഓഫ് ദ കമ്പനി ദാറ്റ് കീപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ബട്ട് ആർ നോട്ട് അവൈലബിൾ ടു കസ്റ്റമേഴ്സ്. Tangible assets are at risk of damage either from a naturally occurring incident, theft or accident. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഡിസ്ട്രക്ട് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ലാൻഡ്, വെഹിക്കിൾ, ഇപ്പോൾ നമുക്ക് ഫ്ലഡോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ എക്യുപ്മെൻറ്റ്, മെഷീനറി, ഫർണിച്ചർ, ഇൻവെൻറ്ററി ഇതെല്ലാം നമുക്ക് പോകും. കാരണം ഇതെന്തുകൊണ്ടാണ്? നമുക്ക് അത് കൃത്യമായിട്ടൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് അത് കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഫിസിക്കൽ ഫോമിലായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കറൻറ്റ് അസറ്റ്സ് ആർ ഇൻവെൻറ്ററി ഓർ ഐറ്റംസ് a company turns into cash. യൂഷ്വലി ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ. എന്തൊക്കെയായാലും നമുക്കിതിനെ കൺവേർട്ട് ചെയ്തിട്ട് മാറ്റാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ നോൺ ഫിസിക്കൽ സച്ച് ആസ് പേറ്റൻസ്, ട്രേഡ് മാർക്സ്, ഫ്രാഞ്ചൈസീസ്, ഗുഡ് വിൽ ആൻഡ് കോപ്പിറൈറ്റ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ലുലു എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പേരുണ്ട്. ആ പേര് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മുഴുവൻ അതെടുത്തിടാനായിട്ട് പറ്റില്ല. അത് പേറ്റൻ്റ് ഉള്ളതാണ്. പേറ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റൈറ്റാണ്. ആ റൈറ്റ് വേറൊരു കമ്പനിക്ക് ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ ബെൻസ് എന്ന് പറയുന്ന ഇതിൻ്റെ നമുക്ക് കൃത്യമായിട്ട് അതിന് മാത്രമേ പറ്റുള്ളൂ. ട്രേഡ് മാർക്ക് എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ഫ്രാഞ്ചൈസി, ഗുഡ് വിൽ ആൻഡ് കോപ്പി റൈറ്റ്. Depending on the type of business, intangible assets may include internet domain names,
performance events, licensing agreements, service contract, computer software, blueprints, manuscripts, joint ventures, medical records, permits and trade secrets. Intangible assets add to a company's possible future worth and can be much more valuable than tangible അസറ്റ്സ്. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സിനേക്കാളും കൂടുതലായിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് ഉണ്ടാവുക. കാരണം നമുക്കറിയാം നമ്മുടെ കയ്യിൽ അത് ഫിസിക്കലായിട്ട് കാണാൻ പറ്റാത്തത്. ഇപ്പം നമുക്ക് ഒരു ഭൂമി ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് നമ്മുടെ സ്ഥലം ഇവിടെയാണെന്ന് പറയാം. അതിനെ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയാം. ഫിസിക്കലി നമുക്കതിനെ തൊട്ട് നോക്കാനായിട്ടും ഒക്കെ പറ്റും. പക്ഷേ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ പേപ്പറിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിലാണ് അതിൻ്റെ കണ്ടന്റ്. ഒരു വീടിൻ്റെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ആധാരത്തിനകത്ത് നമ്മൾ എഴുതി വെച്ചിരിക്കുവാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലാണ് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നോൺ ടാഞ്ചിബിൾ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫിനാൻഷ്യൽ അസറ്റുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ലഭ്യമായിട്ടുള്ള ബോണ്ട്സ്, സെക്യൂരിറ്റീസ്, ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, മോർഗേജസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ മീനിങ് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് തരാം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാർക്കറ്റിനകത്ത് കൊണ്ടുവന്ന് ആ മാർക്കറ്റിനകത്ത് അത് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ആ ഇൻവോൾവ്മെൻറ്റിലൂടെ ഒരു മണി ട്രാൻസാക്ഷൻ നടന്ന് അതിലൂടെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിനെയാണ് എന്ത് പറയുക, ഫിനാൻഷ്യൽ അസറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ട് തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, നോൺ ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്, ഫോർ എക്സാമ്പിൾ ലാൻഡ്, ഹോസ്പിറ്റൽ എക്സെട്ര. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേപ്പറിനകത്ത് മാത്രമായിരിക്കും അത് എഴുതി വെച്ചിട്ടുണ്ടാവുക, നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ്. സോ യു ഹാവ് ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ, ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് പെർട്ടിക്കുലർ പാർട്ട്. സോ ഓക്കെ, താങ്ക് യു.